ഒരു സംശയം സംശയം പറയൂ. നമുക്കറിയാം, മക്കയിലെ മുശ്രിക്കീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല സഹായങ്ങളും ചോദിച്ചിരുന്നു. ഭൗതികമായ സഹായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിരുന്നു. ആ ഒരു രീതി നമ്മളും ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഭൗതികമായ സഹായങ്ങൾ അല്ല, അത് ഭൗതികമായതുകൊണ്ടാണെന്ന് നിങ്ങളുടെ വ്യാഖ്യാനമാണ്. ഞാൻ ചെയ്തിരുന്നു, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിച്ചിരുന്നു. ആയിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? ഞാൻ ബാക്കി പറയുമ്പോ ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞോളൂ. മക്കയിലെ മുശ്രിക്കീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച സഹായത്തെ എതിർക്കാനായിരുന്നോ ഇന്ദത് ഊഹും എന്ന ആയത്തിറങ്ങിയത്? അല്ലല്ലോ. തീർച്ചയായും മക്കയിലെ മുശ്രിക്കീങ്ങൾ അവർ പുണ്യാത്മാക്കളായി കണ്ട് ബിംബങ്ങൾ ഉണ്ടാക്കി പ്രത്യേകമായി നമ്മളിന്ന് ചെയ്യുന്ന പ്രത്യേകമായി ചെയ്തു. നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ് സുഹൃത്തെ. ഞാൻ പറഞ്ഞു തരാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന സഹായം എന്നൊക്കെ നിങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തതാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ നേരിട്ട് ചോദിക്കുന്ന ചോദ്യമാണെങ്കിലും അതല്ല അസാധാരണമായ ചോദ്യമാണ്, അല്ലാത്ത ചോദ്യമാണെങ്കിലും ഒരാളെ കുറിച്ച് ദൈവമാണെന്നോ ദൈവത്തിന്റെ പുത്രനാണെന്നോ ദൈവത്തിന്റെ അവതാരമാണെന്നോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള ദൈവത്തിന്റെ ഗുണങ്ങളുണ്ടെന്നോ എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ ശക്തിയെ ആരാധിക്കുകയോ പൂജിക്കുകയോ ആവശ്യപ്പെടുകയോ കുനിയുകയോ കുനിയാതിരിക്കുകയോ തുപ്പുകയോ നോക്കുകയോ ഇരിക്കുകയോ ചിരിക്കാതിരിക്കുകയോ എന്ത് ചെയ്താലും അത് ഇബാദത്താണ്, ആരാധനയാണ്, ശിർക്കാണ്, യാതൊരു സംശയമില്ല. അത് നേരിട്ടാണെങ്കിലും സാധാരണ നിങ്ങൾ ആലോചിക്കൂ, സായിബാബന്റെ അടുത്ത് ചെന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന് ചോദിച്ചു. സായിബാബ ദൈവാന്ന് വിചാരിച്ചിട്ടാണ് ചോദിക്കുന്നത്, എന്നാൽ അത് ശിർക്കാണ്. അതാണ് ഞങ്ങൾ പഠിച്ച ഇസ്ലാം. സാധാരണ അസാധാരണ നോക്കിയിട്ടല്ല, എല്ലാം തരുന്നത് അള്ളാഹു ആണ്. വെള്ളം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് ദാഹം ശമിപ്പിക്കാൻ കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ല ഈ ഇരിക്കുന്നവരും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിചാരിച്ചിട്ടുണ്ടെങ്കിലേ വെള്ളം കുടിച്ചാൽ നമുക്ക് ദാഹം തീരുള്ളൂ. വെള്ളത്തിന് അതിന് കഴിവില്ല. ഉമ്മയോട് സഹായം ചോദിക്കുമ്പോൾ ഉമ്മ ചോറ് തരുന്നു ഉറപ്പില്ല. അള്ളാഹ് സഹായിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ചോറ് തരുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലാതെ നമ്മൾ ചോദിക്കപ്പെടുന്ന ഒരു വ്യക്തികൾക്കും ഒരു കഴിവുമില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കഴിവുണ്ട്, നൽകിയാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അനുനിമിഷവും ഓരോ മൈക്രോ സെക്കൻഡും ഓരോ നാനോ സെക്കൻഡും റബ്ബുൽ ജലാലായ അല്ലാഹുവിന്റെ വമൽ ഖുവ്വതു ഇല്ലാ ലില്ലാഹ്, അല്ലാഹുവിനല്ലാതെ ഒരു കഴിവില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ വിശ്വാസക്കാരാണ് സുന്നികളായ നമ്മൾ. നിങ്ങൾ ഒരാളോട് സഹായം ചോദിക്കുന്നു, അയാൾ സ്വന്തം കഴിവുകൊണ്ടാണ് നമ്മളെ സഹായിക്കാന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. നമ്മൾ ഒരാൾ ഇയാളോട് നമ്മൾ സഹായം ചോദിക്കുക, എന്ത് ആ പേനൊന്നും കൊണ്ട് തരുമോ? അയാൾ അല്ല കൊടുക്കുന്ന കഴിവുകൊണ്ടല്ല, അയാൾ സ്വന്തമായ കഴിവുകൊണ്ട് എനിക്ക് നൽകുന്നാണോ വിശ്വസിച്ചത്? എന്നാൽ അത് ശിർക്ക്. അതാണ് ഇന്തതൊഴുഹും ലാ യസ്മഉ ദുആഅക്കും എന്ന് പറഞ്ഞത്. അല്ലാതെ അതിൽ സായിബാബനോടുള്ള ചോദ്യം പെടൂല നിങ്ങൾക്ക് വാദമുണ്ടോ? ഇന്തതൊഴുഹും എന്ന് ജീവിച്ചിരിക്കുന്ന സമയത്ത് സായിബാബാനോട് പറഞ്ഞാൽ ഇന്തതൊഴുഹും എന്നതിൽ പെടൂലേ? ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ട് സായിബാബയുടെ അടുക്കൽ പോയെന്തിനാണ്? ഇവിടെ ഒരുപാട് ആളുകൾ വെള്ളം തരാനുണ്ടായിട്ട് സായിബാബയെ പോലുള്ള ആളുകളുടെ അടുത്ത് പോയതിന്റെ പിന്നിൽ ഒരു അസാധാരണമായ ഒരു ചിന്ത. സായിബാബിന്റെ അടുത്ത് പോയതല്ല, സായിബാബിന്റെ അടുത്ത് നിൽക്കേന്ന് കിട്ടുക എന്നാ ശിർക്കാവൂല. എന്താ സഹോദര, സാധാരണോ അസാധാരണോ അല്ല. ഈ ചെയ്യുന്നത് ഈ തരുന്നത് ദൈവമാണെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ പച്ച സാധാരണക്കാരൻ ചോദിച്ചാലും ശിർക്കാണ്. ഇതാണ് നിങ്ങളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങളൊക്കെ കുട്ടി ദൈവങ്ങൾ, പടച്ചോൻ വലിയ ദൈവം. ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യും? പേര് തരാൻ പറ്റും. പേന ചോദിച്ചാൽ അതൊക്കെ നമ്മളെ കഴിവപ്പെട്ടതല്ലേ. പടച്ചോന് സ്പെഷ്യലായ ചില കഴിവുകളും നമുക്ക് പൊതുവായ ചില കഴിവുകളും. അപ്പൊ അള്ളാഹ് വലിയ ദൈവവും നമ്മൾ കുട്ടി ദൈവങ്ങളുമായി. അതാണ് ശിർക്ക്. മന്ത് മറ്റേ കാലിലാണ്. മനസ്സിലാക്കണം നമ്മൾ. എന്തത് ഊഹം എന്ന ആയത്ത് ആധികാരികമായ തഫ്സീർ കൊണ്ട് വിശദീകരിക്കാൻ പറ്റുമോ? എന്തതും പിന്നെ എന്താ പറയുക, തുബരിയിൽ പറയുന്നു ഇന്തദുഊഹും എന്ന് പറഞ്ഞാൽ, ഇന്തദുഊഹും എന്ന് പറഞ്ഞാൽ അൽ ആലിഹത്തല്ലദീ, അൽ ആലിഹ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലാഹുകളാകുന്നു. നിങ്ങൾ വിളിച്ചു തേടുന്ന ഇലാഹുകളാകുന്നു. ആധികാരികമായ തഫ്സീർ ത്വബരിയാണ് ഞാൻ പറയുന്നത്. ഇന്തദുഊഹും, ഹും എന്ന ളമീർ ഇലാഹുകളിലേക്കാണ് മടങ്ങുന്നത്. അത് ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരിച്ചുപോയവരാണെങ്കിലും ജിന്നുകളാണെങ്കിലും വലിയകളാണെങ്കിലും പിശാചുക്കളാണെങ്കിലും ദൈവമാണെന്ന് വിശ്വാസമുണ്ടോ അത് പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനയല്ല. എൻ്റെ സഹോദരനോട് വളരെയധികം നന്ദിയുണ്ട്. ഇങ്ങനെ കൃത്യമായി ചോദ്യം ചോദിച്ച ആൾക്കാർക്ക് വിഷയങ്ങൾ ഇങ്ങനെ തിരിയും. നിങ്ങൾ ഒന്നുകൂടി ഞാൻ വിശദീകരിക്കാം. അത് നോക്കൂ, ഇത് ഇന്റെ ഭാഗമായിട്ടൊന്നും പറയണില്ല. അതാ ഞാൻ ഇപ്പൊ പറഞ്ഞ ഇത് ആധാരോ, ഇത് അഹ്ലുസുന്ന വൽ ജമാ സംശയവും മറുപടി. അലവി സഖാഫി ഉസ്താദ് അവസാനം വിശദമായി പറയും. ഞാനൊന്ന് സംഗ്രഹമായി പറയാണ്. നിങ്ങൾ ഇതാ നോക്കൂ, നിങ്ങൾ ഇത് അഹ്ലുസുന്ന വൽ ജമാ സംശയവും മറുപടിയും ദഅ്വ വിങ് കേരള നദുവത്തുൽ മുജാഹിദീൻ മർക്കസ് ദഅ്വ കോഴിക്കോട് 2
ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു ചോദ്യം, പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ എന്താണ് വ്യത്യാസം? മറുപടി, പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ ഭാഷാപരമായി വലിയ വ്യത്യാസമൊന്നുമില്ല. സഹായം അർപ്പിക്കപ്പെടുന്ന ശക്തിയെക്കുറിച്ച് അത് വ്യക്തിയോ മരമോ കല്ലോ ഖബറോ എന്തായാലും ദൈവമാണെന്നോ ആരാധ്യനാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വാസമുണ്ടെങ്കിൽ ആ അർത്ഥന ആരാധനയാണ്. ഈ വിശ്വാസമില്ലെങ്കിൽ വെറും സഹായാർത്ഥന മാത്രം. എന്ത് നമ്മൾ മനസ്സിലാക്കണം, വിളിക്കപ്പെടുന്ന ആളെ കുറിച്ച് ദൈവമാണെന്നോ, മൊയ്തീൻ ശൈഖിനെ കുറിച്ച് ദൈവമാണെന്ന് വിശ്വാസമുണ്ടോ? ഇല്ല. ആരാധ്യനെന്നോ വിശ്വാസമുണ്ടോ? ഇല്ല. ദിവ്യത്വമുണ്ടെന്ന് വിശ്വാസമുണ്ടോ? ഇല്ല. ഇങ്ങനെ വിശ്വാസമുണ്ടെങ്കിൽ ആ അർത്ഥന ആരാധനയാണ്. വിശ്വാസമില്ലെങ്കിൽ വെറും സഹായാർത്ഥന മാത്രം. ദാഴ്വാവിങ് പിന്നെ കേരള നവത്തുൽ മുജാഹിദീൻ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച അഹ്ലു സുന്ന വൽ ജമാഅ എന്ന പുസ്തകത്തിന്റെ 15ാമത്തെ പേജാണ് ഞാൻ വായിക്കുന്നത്. ചിലപ്പോൾ ആളുകൾ സത്യവും പറയും, എപ്പോഴും പൊള്ളാറുണ്ട് ആൾക്കാർ, ചിലപ്പോൾ സത്യവും പറയാറുണ്ട് എന്ന് മനസ്സിലാക്കുക. നോക്കൂ നിങ്ങൾ, ഇവരപ്പം നമ്മൾ അപ്പോഴാണ് ദുആ ആകുക. ഞാനിപ്പോൾ തഫ്സീറും വായിച്ചു, നിങ്ങളെ പുസ്തകം വായിച്ചു. ഇത് വായിക്കുമ്പോൾ മുമ്പ് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാകും, ഒരു സാധ്യത ഉണ്ട്. അത് മൂലര മടവൂരിയതാണ്, ഞങ്ങളിത് വായിക്കുന്നു, നിങ്ങൾ ഏതാണെന്നൊക്കെ അറിയില്ല, ചിലപ്പോൾ ഒരു സാധ്യത. അതുകൊണ്ടാണ് ചിലപ്പോൾ എന്ന് പറയാൻ കാരണം. ഇതാ അൽമനാർ. ഇനിയിപ്പോൾ പറയാനൊന്നുമില്ലല്ലോ. അൽമനാറിൽ പറയുന്നു, അപ്പോൾ അങ്ങേയറ്റത്തെ അനുസരണവും താഴ്മയും അടിമത്വവും ഒക്കെ തന്നെയും ഇബാദത്തും തൗഹീദിന് വിരുദ്ധവുമായി തീരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ദിവ്യത്വ സങ്കല്പവും തദനുസാരമുള്ള വിശ്വാസവും കൂടി ഉണ്ടാവണമെന്ന് വരുന്നു. ദിവ്യത്വ സങ്കല്പം ഉണ്ടാകുമ്പോഴാണ് ഇബാദത്താവുക. നോക്ക് നിങ്ങൾ, ദിവ്യത്വം ഉണ്ടെങ്കിൽ, ദിവ്യത്വം കൽപ്പിച്ചിട്ടുണ്ടെങ്കിലാണ് ഇബാദത്താവുക. ഇങ്ങനെ ഒരു ദിവ്യത്വം കൽപ്പിക്കൽ ഈ പറഞ്ഞ പുണ്യാത്മാക്കളുടെ കാര്യത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടില്ല. അഭൗതികം എന്ന് പറഞ്ഞ നിങ്ങൾ നിങ്ങളുടെ വകയായി സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്തത് ഖുർആനിലുള്ളതല്ല, ഹദീസിലുള്ളതല്ല, ഖുലഫാവ് പഠിപ്പിച്ചതല്ല, സ്വഹാബത്ത് പഠിപ്പിച്ചതല്ല, മദ്ഹബിന്റെ ഇമാമുകൾ പഠിപ്പിച്ചതല്ല. റഷീദ് റിള എന്ന് പറയുന്ന പടിഞ്ഞാറ് നോക്കിയായ പണ്ഡിതൻ വരുന്നതിന് മുമ്പ് ലോകത്ത് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. പറഞ്ഞോളൂ. അപ്പൊ ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആനിലുള്ള ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ ഇറങ്ങിയത് ദൈവമാണെന്നോ ദൈവത്തിന്റെ ആ ഒരു ചിന്തയും ഇതാണ് മൊത്തത്തിലുള്ള അഭിപ്രായം. അങ്ങനെയാണ് ഉള്ളത്. അലവി സക്കാഫി ഉസ്താദ് ഇതാണ് പറയുന്നത്. എന്നാൽ എന്റെ അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഇത് മനസ്സിലാക്കിയ സഹാബത്ത്, നമുക്കറിയാം 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ നിന്ന് ഇസ്ലാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത സഹാബത്ത്, ഏതെങ്കിലും ഒരു സഹാബി ദൈവമല്ല, ദൈവത്തിൻ്റെ പുത്രനല്ല, വെറും പുണ്യാത്മാവാണ് എന്ന അർത്ഥത്തിൽ ഏതെങ്കിലും ഒരു മഹാനെ വിളിച്ച് സുന്നികൾ തേടുന്ന പോലെ ബദരീങ്ങളെ കാക്കണേ, മുഹിയുദ്ദീൻ ഷെയ്ഖെ കാക്കണേ, ഇങ്ങനെയുള്ള ഒരു ശൈലിയിൽ ഏതെങ്കിലും ഒരു പുണ്യാത്മാവിനെ ഏതെങ്കിലും സഹാബത്ത് വിളിച്ചു തേടിയതിന് ഒരു തെളിവ് പറയാൻ പറ്റുമോ? അലഫി സക്കാഫിസ്ഥാന്റെ ഭാഷയിൽ പറഞ്ഞ 100 ഇന്ന നിൽപ്പിന് പറയാൻ പറ്റും. നിങ്ങൾ മുജാഹിദിന്റെ പായത് മാത്രം കേട്ടോണ്ടുള്ള പ്രശ്നം. കേട്ടോളൂ. ബഹുമാനപ്പെട്ട 1ാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കിടക്കുക. അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി കിടക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ, ഉദ്കുർനാ ഇൻദ റബ്ബിക ഫൽനകും ബിബാലിക യാ റസൂലല്ലാഹ്. ഉദ്കുർനാ ഇൻദ റബ്ബിക, നബിയേ അങ്ങയുടെ റബ്ബിന്റെ അരികിൽ ഞങ്ങളെ അങ്ങ് ഓർക്കേണമേ. ല്ലേ മരിച്ചു കിടക്കുന്ന റസൂലുള്ളാഹിനോട് പറഞ്ഞു ഉദ്കുർനാ ഇൻദ റബ്ബിക. വഫാത്തായി കിടക്കുന്ന നബിയോട് പറഞ്ഞു ഉദ്കുർനാ ഇൻദ റബ്ബിക, അങ്ങയുടെ റബ്ബിന്റെ അടുക്കൽ ഞങ്ങളെ ഓർക്കേണമേ. ഫൽനകും ബിബാലിക്, അങ്ങയുടെ മനസ്സിൽ ഞങ്ങൾ ഉണ്ടായിരിക്കണമേ. കഴിഞ്ഞോ? ഇല്ല. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതിന് മുമ്പ് അലി റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, അലി ഞാൻ വഫാത്താകുകയാണ്, വഫാത്താകുമ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പറയും? എൻ്റെ ജനാസ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ മുത്തുനബിന്റെ ജാറത്തിന്റെ അടുക്കൽ കൊണ്ടുപോയി റൂമിന്റെ ആ ഹുജറ ഷരീഫിന്റെ മുന്നിൽ കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് പറയണമെന്ന് അറിയോ? നിങ്ങൾ
സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ കിതാബ് എടുത്തിട്ട് തന്നെ പറയുന്നത്, തഫ്സീറുൽ കബീർ, ഇമാം റാസിയുടെ തഫ്സീറാണ്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അരികിലെത്തിയപ്പോ നൂദിയ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഹാദാ അബൂബക്കറിൻ ബിൽ ബാബ്. ഇതൊക്കെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വാതിക്കൽ നിൽക്കുന്ന, നിങ്ങളെ വാതിക്കൽ. ഫൈദൽ ബാബു ഖദിം ഫതഹ, അപ്പോൾ വാതിലങ്ങ് തുറന്നു. നോക്കി നിങ്ങൾ, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചോ, അല്ല അബൂബക്കർ, നിങ്ങൾക്ക് വയസ്സൊക്കെ കൂടി, നിങ്ങളിപ്പോൾ ആകെ റസൂലുള്ളാഹി പഠിപ്പിച്ച തൗഹീദിന് പോയാ? അല്ല, നബി പഠിപ്പിച്ച അല്ലാതെ ആരോടും ദ്വാരക്കരുതെന്ന്. ഇനിയിപ്പോൾ ഞങ്ങൾ വഫാത്തതിന് ശേഷം അവിടുന്ന് അങ്ങനെ പറഞ്ഞോ? ഇല്ല. എന്നാ പിന്നെ അലി റളിയല്ലാഹു അൻഹു ഏറ്റെടുത്ത് വന്ന് സ്വഹാബത്തിനോട് ചോദിക്കുമ്പോൾ സ്വഹാബത്ത്, നിങ്ങൾക്ക് എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇതുവരെ പഠിപ്പിച്ച് നിങ്ങൾക്ക് അത് മറന്നുപോയെന്ന് പറഞ്ഞോ? ഇല്ല, സ്വഹാബത്ത് ഒന്നടങ്ങിയത് ചെയ്യാ. എന്നാ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് പ്രതികരിക്കാൻ പാടുണ്ടോ? സ്വഹാബത്തൊക്കെ കൂടി ശിർക്ക് ചെയ്യാൻ വിചാരിച്ചപ്പോൾ എന്നാ പിന്നെ വാതിൽ തുറന്നു കൊടുക്കാൻ പാടുണ്ടോ? മറിച്ച് അല്ലാഹു റസൂലിന്റെ ഖബറിന് എന്താ വന്നത്? അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിനെ ഹബീബിന്റെ അരികിലേക്ക് കൊണ്ടുവരൂ. ഫഇന്നൽ ഹബീബ ഇലൽ ഹബീബി മുഷ്താഖ്, ഹബീബിനെ ഹബീബിലേക്ക് എത്താൻ വലിയ താല്പര്യമുണ്ട്, ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്നാ പറഞ്ഞു. ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം, നാട്ടിൽ വലിയ മഴവില്ലാതെ ക്ഷാമം ബാധിച്ചു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു സഹാബി വര്യനാണ്. മഹാനവർകൾ അതാ ഇലാ ഹളറത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറത്തിന്റെ അരികിലേക്ക് ചെല്ലുക. എന്നിട്ട് എന്താ പറഞ്ഞത് അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു പറയാം, നബിയേ ഇസ്തസ്ഖിലി ഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകൂ, അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടി മഴ ചോദിക്കണം നബിയേ, വെള്ളമില്ലാതെ അവർ കഷ്ടപ്പെട്ടിരിക്കുന്നു നബിയേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഉറക്കം വന്നു. ഉറക്കത്തിൽ അതാ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുക. അങ്ങനെ സ്വപ്നം കണ്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു എൻ്റെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്ന് പറയാ, പിന്നെ ബിലാലെ, നിങ്ങൾ ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഉമറിന്റെ അടുക്കലേക്ക് നിങ്ങൾ പോകണം. എന്നിട്ടോ എൻ്റെ സലാം പറയണം, ഭരണത്തിൽ ഇന്ന പരിഷ്കാരങ്ങളൊക്കെ വരുത്താൻ വേണ്ടി പറയണം, വെള്ളം കിട്ടും, മഴ ലഭിക്കുമെന്ന സന്തോഷ വാർത്ത അറിയിക്കണം. ഇതറിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നുൽ ഹാരിസുൽ മുസ്നി റളിയല്ലാഹു അൻഹു ഇലാ ഹളറത്തി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുക. ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഉമർ റളിയല്ലാഹു ഇന്നല്ലാഹ ജഅലൽ ഹഖ അലാ ലിസാനി ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അല്ലാഹു റസൂലാണ്. ഈ സംഗതി എങ്ങാനും ബഹുമാനപ്പെട്ടവരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താണ് നീ ശിർക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്ന് നെളിഞ്ഞ് പറയാ, പോ അവിടുന്ന്, വെട്ടൂലേ പെരടിക്ക് തന്നെ. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു ഫബക്കാ ഉമറു, ഇതങ്ങ് കേട്ടപ്പോ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് അങ്ങ് കരഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നോട് നിർദ്ദേശിച്ചതല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്ര പണ്ഡിതന്മാരെ ഉദ്ധരിച്ചത് അറിയോ? സ്വഹീഹ് വേണമെങ്കിൽ ചോദിച്ചാൽ അങ്ങോട്ട് പറഞ്ഞുതരാ, കോമ്പലായിട്ട്. ഹദീസ് സ്വഹീഹാണ്. ഇബ്നു കസീർ ഉദ്ധരിച്ചിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്, ഒരുപാട് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. സ്വഹീഹാണ് എന്ന് പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞില്ല, ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ചില ആൾക്കാർ, ഒരാള് ഇടക്കിടക്ക് ഇങ്ങനെ കാന റജുലുൻ യഖ്തലിഫു ഇലാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഒരാവശ്യത്തിന് വേണ്ടി ഇടക്കിടക്ക് ഇങ്ങനെ വരും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാണ്, കൃത്യാന്തര ബാഹുല്യങ്ങൾ ഉണ്ടാകും, അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ ഇയാൾ 1-2 ദിവസം വന്ന് മടങ്ങിപ്പോകുന്നത് കണ്ടപ്പോ എന്ത് ചെയ്തു? ഇത് കണ്ടപ്പോ ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു മൂപ്പര് ഇത് ശ്രദ്ധിച്ചു. ഇയാൾ ഇങ്ങനെ മടങ്ങി ഒന്ന് ഒരിക്കൽ വിളിച്ചു, എന്താ നിങ്ങളെ പ്രശ്നം? അദ്ദേഹം പറഞ്ഞു, എനിക്കിങ്ങനെ വിഷയം ഉണ്ടായിരുന്നു, ഖലീഫക്ക് ഭയങ്കര തിരക്കാ, ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വരൂ, എന്നിട്ട് നിങ്ങൾ വദൂ ചെയ്യൂ, ഫസല്ലി റക്അതൈൻ, 2 റക്അത്ത് നിസ്കരിക്കൂ. എന്നിട്ട് നിങ്ങൾ പറയണം, അല്ലാഹുമ്മ
اللهم إنا نسألك إني أسألك بنبيك نبي الرحمة يا إني أسألك وأتوجه إليك بنبيك نبي الرحمة اللهم അല്ലാഹുവേ ഇന്നി അസ്അലുക ഞാൻ നിന്നോട് ചോദിക്കുന്നു വ അതവജ്ജഹു ഇലൈക നിന്നിലേക്ക് മുന്നിടുന്നു ബിനബിയിക അങ്ങയുടെ നബിയെ കൊണ്ട് നബിയുർ റഹ്മ കാരുണ്യത്തിന്റെ പ്രവാചകരായ മുത്ത് നബിയെ കൊണ്ട് നിങ്ങളിലേക്ക് മുന്നിടുന്നു. എന്നിട്ടോ ബഹുമാനപ്പെട്ടവർ പറയാ യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി അങ്ങയെ മുൻനിർത്തിക്കൊണ്ട് ഞാനിതാ എൻ്റെ റബ്ബിലേക്ക് മുന്നിട്ടിരിക്കുന്നു. ഫശഫിഉഹു ഫിയ്യ ലിതുഖ്ലാലി എൻ്റെ ഹാജത്ത് അത് പരിഹരിച്ച് കിട്ടാൻ വേണ്ടി നബിയെ അള്ളാഹുവേ ഈ നബിയുടെ ശഫാഅത്ത് എനിക്ക് സ്വീകരിക്കണം. നബി എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും, അത് സ്വീകരിക്കണം. അഭൗതികമായ നിലക്ക് സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭരണകാലം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷമാണ്. അത് പറയേണ്ട ഒരു ചിലപ്പോൾ മുജാഹിദീങ്ങളോട്. കാരണം എന്താ പറയുക, അത് നബിന്റെ ജീവിതകാലത്തല്ലേ എന്ന് ചോദിക്കാൻ അങ്ങനെ മുട്ടുന്നുണ്ടാവും. അല്ല, ജീവിതകാലത്ത് വേറെ സംഭവമുണ്ട്. അത് കഴിഞ്ഞ് അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലം കഴിഞ്ഞ് ഉമർ റളിയല്ലാഹുവിന്റെ കാലം കഴിഞ്ഞ് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചത്. ഇബ്നു തൈമിയ്യ പോലും സ്വഹീഹാണെന്ന് പറഞ്ഞ ഹദീസാണിത്. സ്വഹീഹാണ്, എല്ലാവർക്കും പിടുത്തതായിരിക്കും, അത് സ്വഹീഹായിരിക്കൂല. സ്വഹീഹാണെന്ന് ഇബ്നു തൈമിയ്യ പോലും പറഞ്ഞ സംഭവ കഴിഞ്ഞോ. പിന്നെയും സഹാബികളുടെ ഒരുപാട് കോമ്പലൊക്കെ ഇവിടെ പിന്നെ തീ കൊളുത്താൻ നിൽക്കുകയാണ്. ഇൻഷാ അല്ലാ അത് ഉസ്താദിനെ പറഞ്ഞാലേ മട്ടുണ്ടാവുള്ളൂ. ഞാൻ അതിൻ്റെ ഒരു മുഖപുര മാത്രം പറഞ്ഞ് ഇവിടെ നിർത്തുകയാണ്. ഇൻഷാ അല്ലാ ബാക്കി ഉസ്താദ്. സുന്നത്ത് എന്ന് പറയുമ്പോഴേ റസൂലുള്ളാഹി തങ്ങളുടെ വാക്ക് പ്രവൃത്തി മൗനാനുവാദമാണല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഈ സമൂഹത്തെ പഠിപ്പിച്ചോ? അല്ലെങ്കിൽ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട് പോരെ? ഇനി അങ്ങനെ അത് സുന്നത്ത് പറഞ്ഞാൽ എന്താ അങ്ങനെയുള്ള വിശദീകരണം? അത് മാത്രമൊന്നുമല്ല സുന്നത്ത്. സുന്നത്ത് പറഞ്ഞാൽ മായുസാബു അലാ ഫീലി വലായു ആക്കബു അലാ തർക്കിഹിന. സുന്നത്ത് പറഞ്ഞാൽ ഹദീസിന്റെ വിശദീകരണം പറഞ്ഞാൽ ഹദീസും സുന്നത്തും രണ്ടാണ്, മനസ്സിലാക്കണം. സുന്നത്ത് എന്നുള്ളതിന് പല പിന്നെ ഇസ്തിലാഹുകളുണ്ട്, സാങ്കേതിക സംജ്ഞയാണ് ഈ സുന്നത്ത് പറഞ്ഞാൽ. സുന്നത്ത് എന്നുള്ളതിന് പിന്നെ ഖുർആന് സുന്നത്ത് എന്ന് പറയുന്നിടത്ത് ഖുർആൻ സുന്നത്ത് പറഞ്ഞാൽ ഖുർആന് ഹദീസ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ പ്രവർത്തനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗനം, അത് സുന്നത്താണ്. എന്താ അർത്ഥം എന്ന് അറിയോ? അത് ചെയ്താൽ കൂലിയുള്ളൂ, ഉപേക്ഷ ശിക്ഷയുള്ളൂ എന്നല്ല. മറിച്ച് എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന് മൂത്രം ഒഴിച്ചു എന്നൊരു ഹദീസിലുണ്ട്, അപ്പോൾ അത് സുന്നത്താണെന്നാ? അങ്ങനല്ല. മറിച്ച് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫിഅല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൗല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗന, അത് സുന്നത്താണ്. അത് ഖുർആനല്ല. ഖുർആന് സുന്നത്ത് എന്നുള്ള സുന്നത്താണ്. അത് സുന്നത്തിന് വേറെ അർത്ഥമുണ്ട്. മാ യുസാബു അലാ ഫിഅലിഹി വലാ യുആഖബു അലാ തർക്കിഹി. ചെയ്താൽ കൂലി കിട്ടുന്നതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതും അത് സുന്നത്ത്. വാജിബ് പറഞ്ഞാൽ ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളത് വാജിബ്. പിന്നെ ഹറാമ്, കറാത്ത്, അങ്ങനെ ഹുക്കുമുകളിൽ ഒരു സുന്നത്തുണ്ട്, അത് വേറെ സുന്നത്താണ്. പിന്നെ സുന്നത്ത് ബിദ്അത്ത് പറഞ്ഞിട്ട് വേറെ സുന്നത്തുണ്ട്, അത് വേറെ സുന്നത്താണ്. സുന്നത്ത് ലുഗവിയായ ഒരു സുന്നത്തുണ്ട്, അത് മൂന്നും അല്ലാത്ത വേറെ സുന്നത്താണ്, മനസ്സിലാക്കണം. സുന്നത്ത് എന്നുള്ളതിനെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശം എന്ന് വെച്ചാൽ ഉണ്ട്. അതാ പറഞ്ഞാൽ പോരെ, ഞാൻ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകണ്ട. അള്ളാഹുവിന്റെ റസൂല് പറയാം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, അന സയ്യിദു ഉൽദി ആദമ യൗമൽ ഖിയാമ. അന സയ്യിദു ഉൽദി ആദം, ഞാൻ ആദം സന്തതികൾക്ക് പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുമ്പോൾ ഓടി വരാനുള്ള നേതാവാകുന്നു, അഭയകേന്ദ്രമാകുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാളിൽ നിന്ന് ഉണ്ട് റിവായത്തിൽ, അതില്ലാത്ത റിവായത്തുണ്ട്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല. ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഖിയാമത്ത് നാളിൽ എന്ന് പറഞ്ഞാൽ മാലിക് യൗമിദ്ദീൻ എന്ന് പറയുന്ന പോലെയാണ്. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അന്ത്യ ന്യായവിധി നാളിന്റെ ഉടമയായ അള്ളാഹു. അന്ന് മാത്രമല്ലല്ലോ അള്ളാഹു ഉടമ, ഇന്നും ഉടമയല്ലേ ആണ്. അന്ന് തന്നെ ഉടമയാണെങ്കിൽ പിന്നെ ഇന്നും ഉടമ എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഖിയാമത്ത് നാളിൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ടെങ്കിൽ ദുനിയാവിൽ പ്രശ്നം പരിഹരിക്കുന്ന ഏതാനും പറയേണ്ട ആവശ്യമില്ല. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സഹീഹ് മുസ്ലിമിന്റെ വിശദീകരണത്തിൽ പറയുന്നു, ആരാണ് സയ്യിദിന് അങ്ങനെ അർത്ഥം പറഞ്ഞതെന്ന് ചോദിക്കാൻ മുട്ടുന്നുണ്ടാവും. അത് പണ്ഡിതന്മാരല്ലേ വിശദീകരിക്കേണ്ടത്. ഇമാം നവവി ഖാദി ഇയാദിൽ നിന്ന് ഉദ്ധരിക്കുന്നു, അസ്സയ്യിദു അല്ലദീ യുഫ്സഉ ഇലൈഹി ഫിശ്ശദാഇദി വന്നവാഇബ്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്ന സമയത്ത് ഓടി വരാനുള്ള അഭയകേന്ദ്രം എന്നാണ് സയ്യിദിന്റെ അർത്ഥം. ഇങ്ങോട്ട് പറയാം ഇമാം നവവി ഇത് എന്തിനാ പറഞ്ഞത്? മനുഷ്യന്മാർ അതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം മനസ്സിലായില്ലേ? ഇനി പറയും. അപ്പൊ ഉസ്താദ് പറഞ്ഞ അടിസ്ഥാനത്തിൽ
ഇന്ന് കേരളത്തിലെ മക്ബറകൾ, കേരളത്തിനും അകത്തും പുറത്തുമുള്ള മക്ബറകളിൽ പോകുന്ന എല്ലാ സുന്നികളും ഈ വിശ്വാസത്തിൽ തന്നെയാണോ പോകുന്നത്? 100% ഉറപ്പ്? തീർച്ചയായും. അല്ലാത്തോ സുന്നിയല്ല. പറഞ്ഞോളൂ. ദൈവമാണെന്നോ ദൈവത്തിന്റെ പുത്രനാണെന്നോ ദൈവത്തിന്റെ അവതാരമാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ ലോകത്ത് ഒരു സുന്നിയും വിശ്വസിക്കണില്ല. അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ സുന്നിയല്ല. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ കുറച്ചും കൂടെ പഠിച്ചിട്ട് ബാക്കി ഏതായാലും എനിക്ക് അടുത്തൊരു എനിക്കിന്ന അവസരമുണ്ടോ? ഇന്ന അവസരമുണ്ടോ? എൻ്റെ കയ്യിലിരിക്കുന്ന ഇന്ന് ഞങ്ങൾക്ക് വലിയൊരുന്നാളാണ്. വേറെ എന്താ വേണ്ട ഞങ്ങൾക്ക്? കാരണം ഈ ചോദിക്കാൻ ആൾ വരിക എന്ന് പറഞ്ഞാൽ ഒരു 100 പ്രസംഗം നടത്തുന്നതിലേറെ വലിയ റാഹത്താണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിന് നിങ്ങൾ വന്നതിൽ നിങ്ങൾക്ക് അവസരം ഉണ്ടോയെന്നല്ല, എത്ര അവസരം നിങ്ങൾക്ക് വേണ്ടുന്ന നമുക്ക് ചോദിക്കാനുള്ളത്. ഇത് അതിൻ്റെ പറയാം. ഈ വിഷയസംബന്ധിയായി ഇവിടെ പറഞ്ഞല്ലോ, ഇത് മുജാഹിദുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഇതിൽ ചോദ്യങ്ങളും മറുപടികളും റെഡിയായി ഇവിടെ നടന്നു. കാര്യങ്ങളെല്ലാവർക്കും മനസ്സിലായി. ആകത്തുക എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ തന്ന ചുവന്ന പുസ്തകം കാട്ടിക്കാം. മുജാഹിദുകൾ സാധാരണ ആളുകളെ വട്ടം കറക്കാറുള്ളത് എന്താണ്? സുന്നികളായ മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്. എന്തേ കാര്യം? അവർ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നു. എങ്ങനെ ആരാധിക്കണത്? യാ ഗൗസു യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് അത് ആരാധനയാണ്. ഖുത്ബിയത്ത് നമ്മൾ ചെല്ലാറുണ്ട്. ഇവിടെ ഖുത്ബിയത്ത് ഉണ്ടോ? ഇല്ലേ? ചെല്ലിക്കാണികൾ ഞാൻ ഒന്ന് കേൾക്കട്ടെ. മുജാഹിദ് പറഞ്ഞത് യാ ഗൗസു യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി എന്ന് ഒരു തവണ പറഞ്ഞ 4 തവണ കാഫിറാകുന്ന മുജാഹിദ് എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് അവരുടെ സൽസബീല്. അപ്പോൾ നിങ്ങൾക്കത് പരിചയമുണ്ട്. നിങ്ങൾ എത്ര ആൾ കാഫിറാകണ്ട്? ഞങ്ങൾ മാത്രം കാഫിറായ പോരല്ലോ, എല്ലാവരും കാഫിറാവട്ടെ. മുജാഹിദുകൾ എത്രമാത്രം മോശമായിട്ടാണ് മുസ്ലിമീങ്ങളെ അവമതിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ മുഹയ്യദ്ദീൻ ഷേഖിനെ വിളിക്കുന്നത് കൊണ്ടാണ് നമ്മൾ കാഫിറാകുന്നത്. നമ്മൾ ഈ റസൂലുള്ളാഹിനെ വിളിക്കുന്നു, വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് നമ്മൾ വിളിക്കുന്നു. ഇതുകൊണ്ട് നമ്മൾ കാഫിറാണ്, മുശ്രിക്കാണ്. എന്തേ? അത് ആരാധനയാണ്, ഇബാദത്താണ് എന്നാ മുജാഹിദ് പറയാറുള്ളത്. സർവ്വ മുജാഹിദുകളെയും ചൊല്ലി പഠിപ്പിച്ചിട്ടുള്ള കാര്യം അതാണ്. അപ്പൊ അതിന്റെ അടിവേരിനാണ് നമ്മൾ ഇവിടെ കത്രിക വെച്ചിട്ടുള്ളത്. അത് ശരിയല്ല. ആരാധനയാവണമെങ്കിൽ എന്തു വേണം? മുജാഹിദിന്റെ അൽമനാർ നേരത്തെ കാണിച്ചു. ആ അൽമനാറിൽ പറഞ്ഞത് ഈ KNM പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ, ഇത് അവരുടെ സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയതാണ്. ഇത് രണ്ടിലും ഞാൻ ഇനി വിശദീകരിക്കുന്നില്ല, ഫൈസൽ ഹസൻ ഇവിടെ പറഞ്ഞു. രണ്ടിലും പറയുന്നത് എന്താ? ആരാധന എന്ന് പറയണോ? നമ്മൾ ചോദിക്കപ്പെടുന്ന, തേടപ്പെടുന്ന ശക്തി, വ്യക്തി, വസ്തു, ഖബറിലുള്ളവര്, കല്ല്, മരം, ആരായാലും. നമ്മൾ കല്ലിനോടും മരത്തിനോടും ചോദിക്കണം കേട്ടോ. ചോദിക്കുന്ന ആളുകളുണ്ട്, അവരെ കുറിച്ചായിരിക്കും മുജാഹിദ പറയുന്നത്. ഏതായാലും ചോദിക്കപ്പെടുന്ന ശക്തിയെക്കുറിച്ച് ദൈവമാണെന്നോ ആരാധ്യനാണെന്നോ അല്ലെങ്കിൽ ദിവ്യത്വമുണ്ടെന്നോ ദൈവീകത ഉണ്ടെന്നോ വിശ്വസിച്ചാലേ അത് ശിർക്കാവൂ, ആരാധനയാവൂ. അപ്പൊ ശിർക്കാവുകയുള്ളൂ. മനസ്സിലായോ? ദൈവീകത ആരോപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ദൈവമാണ് എന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ ദൈവ പുത്രനാണെന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ ദൈവ അവതാരമാണെന്ന് വിശ്വസിക്കുക. ഈ 3 വിശ്വാസം ഉണ്ടായാലും അത് ശിർക്കാണ്. മുജാഹിദുകളെ വിശദീകരണമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മുസ്ലിമീങ്ങളായ നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനെ വിശ്വാസം ഉണ്ടോ? ഇല്ല. ഞാൻ ചോദിക്കട്ടെ, യാ റസൂലല്ലാഹ് ഖുദ് ബിയദീ, റസൂലുള്ളാഹിനെ വിളിക്കണ നേരത്ത്, അല്ലെങ്കിൽ യാ ഗൗസു യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി എന്ന് മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ വിളിക്കണ നേരത്ത് മുഹയ്യദ്ദീൻ ഷെയ്ഖ് അല്ലെങ്കിൽ റസൂലുള്ളാഹി ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളൊന്ന് കൈയൊന്നിച്ചാൽ വേമൊന്നിക്ക്. ഇപ്പൊ തന്നെ ആരെ പൊന്തിച്ചോ? മുഹയ്യദ്ദീൻ ഷെയ്ഖ് ദൈവമാണ് അല്ലെങ്കിൽ റസൂല് ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് നമ്മളെ കൂട്ടത്തിൽ? നിങ്ങളതിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, കാരണം ഇല്ലെങ്കിൽ ആലപ്പുഴത്തെ സ്ഥിതിക്കാരില്ല. അതുകൊണ്ടാണ് ഞാൻ തുറന്ന് ചോദിക്കണത്. മലപ്പുറം ജില്ലയിലാണ് ഇങ്ങനത്തെ സംഗതി ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ഉണ്ടോ? ഇല്ല.
എന്നാ പോകട്ടെ, ദൈവ അവതാരമാണ് എന്ന് വിശ്വസിക്കുന്നവരാരുള്ളത് ഉണ്ടോ? മൊഹീദ്ദീൻ ഷെയ്ഖ് ദൈവ അവതാരമാണെന്ന് ആരും വിശ്വസിക്കുന്നുണ്ടോ? പോകട്ടെ, മുഹമ്മദ് നബിയോ അല്ലെങ്കിൽ മൊഹീദ്ദീൻ ഷെയ്ഖോ ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? യാ റസൂലല്ലാഹ് എന്ന് പറയുമ്പോൾ മൊഹീദ്ദീൻ ഷെയ്ഖ് ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഇല്ല. എന്നാ മുജാഹിദിന്റെ സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ ഈ 2 എണ്ണം, ഇതിൽ വേറൊന്നുണ്ട്, 3 എണ്ണം വിചിന്തനമുണ്ട്. ഇവര് പറയുന്നു ആ വിശ്വാസമില്ലേ, എന്നാൽ ഈ വിശ്വാസമില്ലെങ്കിൽ വെറും സഹായാർത്ഥന മാത്രമാകുന്നു, അത് ആരാധന ആവൂല. മുജാഹിദിന്റെ സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ 3 രേഖകളാണ് ഇവിടെ ഉള്ളത്. 1 ഡസൻ രേഖകൾ ഞങ്ങളെ കൈവശമുണ്ട്. 1 ഡസൻ. ഇപ്പൊ 3 എണ്ണേ ഇവിടെ എടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളൂ. മുജാഹിദുകളാണ് പറഞ്ഞത് ഈ വിശ്വാസം ഇല്ലെങ്കിൽ ആരാധനയാവൂല, ശിർക്കാവൂല. പിന്നെ എങ്ങനെ സുന്നികൾ മുശ്രിക്കാണ് കാഫിറാന്ന് പറയാം? നിങ്ങൾ പറയും. നമ്മളെ വിശ്വാസം പിന്നെ എന്താണ്? അള്ളാഹുവിന്റെ റസൂലിനെ വിളിക്കുമ്പോ, മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുമ്പോ നമ്മളെ വിശ്വാസം എന്താ? മുഹയ്യദ്ദീൻ റസൂലുള്ളാഹി ദൈവമാണ് എന്നല്ല, അബ്ദുഹു വ റസൂലുഹു. അബ്ദുഹു അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ റസൂലുമാണ്. മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് നമ്മുടെ വിശ്വാസം എന്താ? അബ്ദുഹു വ വലിയുഹു. അള്ളാഹുവിന്റെ അടിമയാണ്, ദൈവമല്ല, ദൈവപുത്രനല്ല, ദൈവ അവതാരമല്ല, അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ വലിയുമാണ്. അങ്ങനെ വിശ്വസിച്ചാണോ നിങ്ങൾ വിളിക്കുന്നത്? എന്നാൽ അത് ശിർക്കല്ല എന്ന് മുജാഹിദുകൾ തന്നെ പറയുന്നു. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളായ നമ്മൾ ഈ ചെയ്യുന്നത് ഒരിക്കലും ശിർക്കല്ല, ശിർക്കിന്റെ ലാഞ്ചന പോലും ഇല്ല.